നിങ്ങൾക്കറിയാമോ ശിവന് ഒരു മകളുണ്ടെന്ന്? പക്ഷേ എന്തുകൊണ്ട് ആ മകളെക്കുറിച്ച് നമ്മൾ അധികം കേട്ടിട്ടില്ല? അശോകസുന്ദരി. ആരാണ് ശരിക്കും? അവൾ എങ്ങനെ ജനിച്ചു? പാർവതീദേവി ഒരു മരത്തിൽ നിന്ന് മകളെ സൃഷ്ടിച്ചു എന്നത് സത്യമാണോ? അവളുടെ ഭർത്താവ് ആരായിരുന്നു? എന്തുകൊണ്ട് അവൾക്ക് ബാല്യത്തിൽ തന്നെ വിവാഹം നിശ്ചയിച്ചു? ഒരു അസുരൻ അവളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവൾ ആ അസുരനെ എങ്ങനെ ശപിച്ചു? അത് പിന്നീട് എങ്ങനെ വലിയ സംഭവങ്ങളിലേക്ക് നയിച്ചു? ഈ കഥയിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യം എന്താണ്? എന്തുകൊണ്ട് ഈ കഥ വളരെ കുറച്ചു പേർക്ക് മാത്രമേ അറിയാവൂ? ഈ വീഡിയോയിൽ ഈ എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾ മറുപടി കണ്ടെത്തും. ഹിമാലയത്തിലെ ദിവ്യമായ കൈലാസം. അവിടെ ശിവൻ ധ്യാനത്തിൽ. അവൻ്റെ അടുത്ത് പാർവതീദേവി. എല്ലാം സമ്പൂർണ്ണം പോലെ തോന്നിയെങ്കിലും പാർവതീദേവിയുടെ മനസ്സിൽ ഒരു ശൂന്യത ഉണ്ടായിരുന്നു. എനിക്കൊരു മകൾ വേണം. അപ്പോൾ അവൾ കണ്ടത് ഒരു ദിവ്യവൃക്ഷം, അശോകവൃക്ഷം, ദുഃഖം നീക്കുന്ന ശക്തിയുള്ളത്. പാർവതീദേവി ഒരു മോഹം പറഞ്ഞു, ഈ വൃക്ഷത്തിൽ നിന്ന് എനിക്ക് ഒരു മകൾ വേണം. അടുത്ത നിമിഷം ഒരു ദിവ്യപ്രകാശം, ഒരു ബാലിക പ്രത്യക്ഷപ്പെട്ടു. അവൾ അശോകസുന്ദരി, ദുഃഖമില്ലാത്ത സുന്ദരി. പാർവതീദേവി പറഞ്ഞു, നിന്റെ ഭർത്താവ് മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്നു. അവൻ നഹുഷൻ, ഭാവിയിൽ ഇന്ദ്രൻ്റെ സ്ഥാനത്ത് ഇരിക്കുന്ന രാജാവ്. ഇത് വെറു വാക്കുകളല്ല, പത്മപുരാണത്തിൽ രേഖപ്പെടുത്തിയ പ്രവചനം. പക്ഷേ ഒരു ഇരുണ്ട ശക്തി ഇതിനകം തന്നെ കാത്തിരുന്നു. ഒരു അസുരൻ, പേര് ഹുണ്ട. അവൻ അശോകസുന്ദരിയെ കണ്ടപ്പോൾ അവളുടെ സൗന്ദര്യത്തിൽ ആകർഷിതനായി. നീ എൻ്റെ ഭാര്യയായിരിക്കണം. പക്ഷേ അവൾ പറഞ്ഞു, എൻ്റെ ഭർത്താവ് നഹുഷനാണ്. കോപത്തോടെ ഹുണ്ട അവളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. അവൾ കോപത്തിൽ പറഞ്ഞു, നീ നഹുഷൻ്റെ കൈകളാൽ മരിക്കും. ശാപമുയർന്നു. ഹുണ്ട വിറച്ചു, പക്ഷേ പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു. ഹുണ്ട എന്തു ചെയ്തു? കുഞ്ഞായ നഹുഷനെ തന്നെ തട്ടിക്കൊണ്ടുപോയി. അവനെ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ വിധി മാറിയില്ല. ഒരു മഹർഷി നഹുഷനെ രക്ഷിച്ചു. അവൻ വളർന്നു ഒരു ശക്തനായ യോദ്ധാവായി. കാലം കഴിഞ്ഞു. വിധി വീണ്ടും കണ്ടുമുട്ടിച്ചു. നഹുഷനും ഹുണ്ടയും മുഖാമുഖം. ഭയങ്കര പോരാട്ടം. ഒടുവിൽ ശാപം സത്യമായി. നഹുഷൻ ഹുണ്ടയെ വധിച്ചു. അവസാനം അശോകസുന്ദരിയും നഹുഷനും വിവാഹിതരായി.